ചേലക്കര മണ്ഡലത്തിന്റെ അതിർത്തിയായ ചെറുതുരുത്തിയിൽ നിന്ന് 25 ലക്ഷം രൂപ പിടികൂടി. വാഹനത്തിൽ കടത്തുകയായിരുന്ന പണമാണ് പിടികൂടിയിരിക്കുന്നത്. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ഇലക്ഷൻ സ്ക്വാഡ് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, ഇവിടെ സൂരജ് പറയൂ. എസ് കെ അതാണ് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതായത് ഇത് കാണുന്നത് ഷൊർണൂരിൽ നിന്ന് ചേലക്കരയിലേക്ക് വരുന്ന ചെറുതുരുത്തി ഭാഗമാണ്. ഇവിടെ വെച്ച് അതായത് നമ്മുടെ ഈ കലാമണ്ഡലത്തിന് മുന്നിൽ ഈ ഇലക്ഷന്റെ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ കൊളപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഇത്തരത്തിൽ ഈ ഇലക്ഷൻ സ്ക്വാഡ് പരിശോധന നടത്തുന്നത്. ആ വാഹനത്തിൽ നിന്നാണ് ഇപ്പോൾ 25 ലക്ഷം രൂപ പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൽ നിന്നാണ് ഈ 25 ലക്ഷം രൂപ പിടിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ പണം ഇപ്പോഴും റിക്കവർ ചെയ്തെടുത്തിട്ടില്ല. അതെന്നെ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. പക്ഷേ കൃത്യമായ രേഖകളോ ഒന്നും തന്നെ ഈ പണം കൊണ്ടുവന്ന ആളുകളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ കുളപ്പള്ളി എന്ന് പറയുന്നത് ഈ ചേലക്കരയോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. പാലക്കാട് ജില്ലയാണെങ്കിൽ പോലും ഈ ചേലക്കരയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെ നിന്ന് എന്തിന് 25 ലക്ഷം രൂപ ഇത്തരത്തിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയതെന്ന് സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിലേക്കും പരിശോധനകളിലേക്കും നിലവിൽ പോലീസ് കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പം മുമ്പാണ് ഇത്തരത്തിൽ ഈ കലാമണ്ഡലത്തിന് മുന്നിൽ നിന്ന് 25 ലക്ഷം രൂപയുമായി വന്ന വാഹനം പോലീസ് പിടികൂടുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം തന്നെ ഈ മേഖലയിലെല്ലാം തന്നെ സ്ഥിരം, അതായത് എല്ലാ ദിവസവും ഈ മേഖലയിൽ പരിശോധന ഉണ്ടായിരുന്നു. ഈ വാഹനങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരുന്നു ഇവിടെ നിന്ന് കടത്തി വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ റൊട്ടീൻ പരിശോധനകളുടെ ഭാഗമായി ഇന്ന് രാവിലെ ഈ വാഹനം തടഞ്ഞു നിർത്തുന്നു. KL 51P 4500 ഈ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നു. ആ സമയത്താണ് ഈ വാഹനത്തിനുള്ളിൽ നിന്ന് 25 ലക്ഷം രൂപ കണ്ടെടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ചോദിച്ചു. പക്ഷേ രേഖകളോ ഒന്നും തന്നെ ഈ പണവുമായി വന്ന കുളപ്പള്ളി സ്വദേശികളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നിലവിൽ ഈ ഇലക്ഷൻ സ്ക്വാഡുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത്. തുടർന്ന് ഈ പണം പിടിച്ചെടുക്കുകയാണ്. എന്തായാലും വാഹനം ഉൾപ്പെടെ ഇവിടെയാണുള്ളത്. വാഹനം ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കും. നിലവിൽ ഇതിന്റെ പരിശോധനാ നടപടികളും നടപടിക്രമങ്ങളും നടന്നു വരികയാണ്. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പിന് കൊണ്ടുപോയതാണോ എന്നറിയില്ല. അത് വരുന്ന മണിക്കൂറിൽ നമുക്കറിയാൻ കഴിയും. 25 ലക്ഷം രൂപ ഇലക്ഷൻ സ്ക്വാഡ് പിടിച്ചെടുത്തിരിക്കുന്നു.